ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളിതിൽ വർക്കൗട്ടിന് പോകുന്നതും അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. കുക്കിങ്ങും ഒക്കെ കൂടി മിക്സ്ഡ് ആണ്. അപ്പോൾ തന്നെ ഞാൻ ചോറിന് കുറച്ച് അരി ഇട്ടിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ പോവാണ്. ഇഞ്ചി, വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും 2 കഷ്ണം പച്ചമുളകും ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെപ്പർ പൗഡർ, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് മസാല തേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള മീൻ എന്ന് പറയുന്നത് മത്തിയാണ്. അപ്പോൾ ഞാൻ മത്തിയൊക്കെ ഒന്ന് കായം തേച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. നാളെ വർക്ക് ഉണ്ട് ഇക്കാക്ക്. അപ്പോൾ അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ ഞാനിപ്പോൾ റൈസൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. കാരണം ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ അധികം സമയം ഉണ്ടാവില്ല. ഉപ്പേരി ഞാൻ രാത്രി വന്നിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫിഷ് ഇതാ കായം തേച്ചു ഫ്രിഡ്ജിലോട്ട് വെക്കാണ്. ഇത് 2 ദിവസത്തിനുള്ള മീനാണ് കേട്ടോ. അപ്പോൾ കേടുകൂടാണ്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഇതാ ഞാൻ കടല ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഈ മെത്തേഡ് ഇപ്പോൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി. ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം, അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ വറുക്കാത്ത കടല കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്, നിലക്കടല. അത് വാങ്ങിച്ച് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക, ഉപ്പ് വെള്ളം ഒന്ന് കടലയിൽ പിടിക്കുന്ന രൂപത്തിൽ. എന്നിട്ട് അത് ഞാൻ എയർ ഫ്രയറിൽ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെള്ളം വാർത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഇത് എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിലോ അല്ലെങ്കിൽ 200 ഡിഗ്രിയിലോ വെക്കുക. ഞാനിപ്പോൾ വെക്കുന്നത് 200 ഡിഗ്രിയിലാണ്. കരിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ആദ്യം ഞാനൊരു 10 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അത് കരിയോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. ചില കടല പെട്ടെന്ന്, ചെറിയ കടലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 10 മിനിറ്റ് ഇടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു 5 മിനിറ്റ് കൂടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കടല വറുക്കുന്നത്. ഇവിടെ നമ്മൾക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ മണ്ണിലൊന്നിട്ട് വറുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ കടല ആവുന്ന ടൈമിൽ തന്നെ ഞാൻ ചോറൊക്കെ വിസിലടിച്ചപ്പോൾ അത് ചോറൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതാ കടല ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി വേണം. അപ്പോൾ ഇതാ ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. അപ്പോൾ അതിന് മുന്നേ ഷെയ്ക്ക് അടിക്കണം. ഒക്കെ വർക്ക് ചെയ്തിട്ട് നേരെ ജിമ്മിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പ്രോട്ടീൻ ഷേക്ക് ഇവിടുന്ന് അടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നല്ലോ കടല വറുക്കുന്നത്. അപ്പോൾ ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കടല. ഇനി ഇത് ഞാൻ ഇപ്പം തന്നെ ബോട്ടിലാക്കി വെക്കില്ല. ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ തന്നെ എയർ ഫ്രയറിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വെക്കും കേട്ടോ, അല്ലെങ്കിൽ ഓണാക്കിനെ കരിഞ്ഞു പോകുമല്ലോ. അപ്പം ഇത് ചൂടാറിയിട്ട് നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ, കേട് കൂടാണ്ട് നിൽക്കും. ഞാനിങ്ങനെയാണ് കടല വറുക്കാറ്. ചൂടാറി കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വറുത്ത കടല വാങ്ങില്ല, അതേ ടെക്സ്ചറിലാണ് കിട്ടുക. അപ്പോൾ ഇതിട്ട് ഞാൻ ഷേക്ക് അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഒരു 8:15 ആകുമ്പോൾ ജിമ്മിലുണ്ടാവും. ഇവിടുന്ന് എനിക്കൊരു ബസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തും കേട്ടോ. പിന്നെ മുടിയൊക്കെ ആകെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഹെയർ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് 2 ബ്ലാക്ക് പാൻറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോവാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. പക്ഷേ മൊത്തത്തിൽ ഇന്ന് സമയം തീരെ ഇല്ലാത്ത പോലെ. ഒന്നാമത് ഇക്ക പോയ പാട് ഞാൻ കയറി കിടന്ന് ഉറങ്ങി. വർക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ കയറി കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, ആംസ്റ്റർഡാമിൻ്റെ വീഡിയോ. അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ആവാമെന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം ഡിലേ ആയിട്ടോ. എൻ്റെ ഫോണിൽ നെറ്റ് കിട്ടുന്നില്ല. അങ്ങനെ കുറേ ഇതായപ്പോൾ ഞാൻ അതിൻ്റെ മൊത്തം ഇരുന്ന് സമയം പോയി. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല ഒക്കെ തേച്ചു ഫ്രിഡ്ജിൽ വെച്ചു, ചോറുണ്ടാക്കി. അപ്പോൾ മത്തി തൊട്ട കാരണം എനിക്ക് എന്തായാലും ഫ്രഷ് ആവാണ്ടൊന്നും ജിമ്മിൽ വരാൻ പറ്റില്ല. മൊത്തം മത്തിയുടെ സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാൻ പോയിട്ട് ഫ്രഷായി. ഇനിയിപ്പോൾ ഷേക്ക് അടിച്ചിട്ട് നമുക്ക് ജിമ്മിൽ പോകും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു 2 ദിവസത്തെ വീഡിയോ എടുത്തിട്ട് ഒറ്റ വീഡിയോ ഒക്കെ ഇടാമെന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നതും കൂടി കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നിട്ട് നാളെ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാനും പിന്നെ നമുക്ക് പാൻറ് എടുക്കാനും പോകണം. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഷേക്ക് അടിക്കാം ആദ്യം. അപ്പോൾ തന്നെ ഞാനൊരു
മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഒരു പിടി കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 2-3 കൂടി ചേർക്കാം. ഇത്രയും കടല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഴം ഞാൻ കേട് വരാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രിഡ്ജിൽ പഴം വെക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. ഇത് റോബസ്റ്റ പഴമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ റോബസ്റ്റ പഴമല്ല, ഇവിടെ ഇങ്ങനത്തെ പഴം കിട്ടുന്നത്. എൻ്റെ ഹെയറൊക്കെ ആകെ ഫ്രിസി ആയിട്ടിരിക്കുക. ഞാൻ അവിടെ ട്രിപ്പ് പോയപ്പോൾ അവിടുത്തെ വെള്ളത്തിലൊക്കെ കുളിച്ചാകെ നാശമായിട്ടുണ്ട് മുടി. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോട്ടീനാണ് യൂസ് ചെയ്യുന്നത്. വേ പ്രോട്ടീനാണ് കേട്ടോ. അത് അൺഫ്ലേവേർഡ് ആണ്. ഫ്ലേവേർഡ് വാങ്ങാൻ കിട്ടും. നമ്മൾ എടുത്തിട്ടുള്ളത് അൺഫ്ലേവേർഡ് ആണ്. അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം വേണം. ഈ ഒരു സൈഡ് നോക്കണ്ട കേട്ടോ. ഇവിടെയാണ് ഞാൻ എൻ്റെ എയർ പ്യൂരിഫയർ പിന്നെ ഇത് യൂസ് ചെയ്യാത്തൊരു ലാമ്പ്. ഇടയ്ക്ക് മാത്രമേ ഞാൻ യൂസ് ചെയ്യും. പിന്നെ ഈ ഒരു വാൾപേപ്പർ ഞങ്ങൾ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി വന്നു. ഞാൻ ഏതൊരു ബ്ലോഗിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെന്താ പ്രശ്നം പറ്റിയത്? കാർഡ്ബോർഡ് പേപ്പർ പോലത്തെ സംഭവം, നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. അപ്പോൾ ഇത് വെറുതെ ആയിട്ടത് ഇപ്പോൾ നമ്മൾ കളയാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് യൂസ് ഇല്ല അത്. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ എഗ്ഗും ഇതാ ഈ സൈഡിലുണ്ട്. എഗ്ഗ് കാണുന്നുണ്ടാവാറില്ല. പിന്നെ ഇവിടെ കുറേ വയറും ഇതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ ടേബിളിൽ. അറിയാമല്ലോ, ഇതൊരു സ്റ്റുഡിയോ ആയതുകൊണ്ട് കുറച്ചൊരു കൺജസ്റ്റഡ്. അപ്പോൾ ഞാൻ എന്താ പറയുക, സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലാണ് ഞാൻ എൻ്റെ ഓവൻ, പിന്നെ എന്താ ഇത് എയർ ഫ്രൈ, അതൊക്കെ ഞാൻ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറൊക്കെ, അങ്ങനത്തെ ഹെവി സാധനങ്ങളൊക്കെ. ഇത് ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഐക്യന്ന് വാങ്ങിയതാണ്. കുറേ സാധനങ്ങൾ വെക്കാൻ വേണ്ടി പറ്റി എനിക്ക്. ഞാൻ 2 സ്റ്റാൻഡ് ഒരുമിച്ച് വാങ്ങി വെച്ചതാണ്. എങ്കിലാണ് അവനൊക്കെ അതിൻ്റെ മേലെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതാ ഷേക്ക് അടിച്ചിട്ടുണ്ട്. ഇത് അൺഫ്ലേവേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് വെറുതെ വെള്ളത്തിലിട്ട് കുടിക്കുമ്പോൾ ഭയങ്കര എന്തോ പോലെയാണ്. പക്ഷേ ഇതിലൊരു എന്തെങ്കിലും ഫ്രൂട്ട്, ഇപ്പോൾ ബനാന തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി. ഞാൻ ബനാനാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പീനട്ട് ചേർക്കും. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ്. പീനട്ട് ബട്ടർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ചേർക്കുന്നതിൽ കുറേ ഓയിലൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ ബാക്കിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ഓയിലൊക്കെ ചേർത്തിട്ട് ആ പീനട്ട് ബട്ടർ അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പീനട്ട് ചേർത്തിട്ട് അങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്കടെ ഷേക്ക് റെഡിയായി. ഞാൻ വന്നിട്ടാണ് ഷേക്ക് കാണുന്നുണ്ടോ, ഞാൻ വന്നിട്ടാണ് ഷേക്ക് കുടിക്കുക കേട്ടോ. എൻ്റെ ക്യാമറയൊക്കെ ഒരു മങ്ങിച്ചുണ്ട് ക്യാമറക്കൊക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്കിനി ടൈം കളയണം. അപ്പോൾ നമുക്ക് ജിമ്മിൽ പോയാലോ. അപ്പോൾ അതാ ഞാൻ ജിമ്മിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. ഞാൻ ഷേക്കും വാട്ടർ ബോട്ടിലൊക്കെ ബാഗിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. തണുപ്പായി കഴിഞ്ഞാൽ നല്ല തണുപ്പുമായിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന റൂമിൽ ചൂടായതുകൊണ്ട് ചൂട് കൂടുതലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്റ്റുഡിയോ ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് ഉള്ള കാരണം അത്യാവശ്യം നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അതെൻ്റെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. പിന്നെ മൊത്തത്തിൽ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമ്മർ ടൈം ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ സ്കിന്ന് ആകെ കൊളായിട്ടുണ്ട്. മൊത്തത്തിൽ ഹെയറിനൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഞാനവിടെ എത്തുന്ന ഒരു ടൈം ആകുമ്പോൾ തന്നെ അവിടെ എത്തും. എന്നിട്ട് പിന്നെ നമ്മൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യും. ഒരു 7:40 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു വെളിച്ചമാണ് നിങ്ങൾ കാണുന്നത്. നല്ല വെയിലുണ്ട്.
അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളിതാ വീട്ടിലെത്തി. ഞാനൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഇതാ ചെറുപയർ മുളപ്പിച്ചതുണ്ടായിരുന്നു, അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകി ഒരു പാത്രം എടുത്തു. പാനിലോട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിലത്തെ അത്ര സ്മെല്ലൊന്നുമില്ല കേട്ടോ. പിന്നെ എണ്ണ ചൂടായപ്പോൾ ഇതാ കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. നമ്മുടെ മുളപ്പിച്ച പയറുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതല്ല, അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കണ്ടു, അപ്പോൾ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും ചിലപ്പം ഇക്കതിപ്പോൾ തന്നെ ഇക്കത് കുറച്ച് വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് ഇക്കത്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല സിമ്പിളുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ക്രഷ്ഡ് ചില്ലില്ലേ, ഇത് ഞാൻ സെയിൽസ്ബറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ബോട്ടിൽ ഇത് വാങ്ങുമ്പോൾ ഇതിൽ ഫുൾ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ നമ്മുടെ റെഡ് ചില്ലില്ലേ, ഉണക്കമുളക് അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് വറുത്തിട്ട് പൊടിച്ചു, എന്നിട്ട് ഈ ബോട്ടിൽ തന്നെ ആക്കി വെച്ചാണ്. പക്ഷെ അത് വറുത്തിട്ട് ആ മുളകിൻ്റെ അതൊക്കെ കൂടി കയറിയിട്ട് സൗണ്ടൊക്കെ എന്തോ പോലെ എരിവ് കയറിയിട്ട് ഞാൻ എന്താ മിക്സിയുടെ ഈ ജാറിലിട്ടിട്ട് തന്നെ പൊടിച്ചെടുത്തത്. എന്നിട്ട് അതിൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലിടാൻ വേണ്ടിയിട്ട്, ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഉപ്പേരി നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചോറൊന്നും ഇല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കറിവേപ്പില കുറച്ച് വെച്ച് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇത് ചതച്ചാൽ മതി, ഒരുപാട് ടേസ്റ്റായിരുന്നു ഇത്. അപ്പോൾ കുറച്ച് ക്രഷ്ഡ് ചെയ്ത് വെച്ച ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം, മതി. എന്നിട്ട് സവോള വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഇടയ്ക്ക് സവോള ചേർക്കാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ സവോള ചേർക്കുന്നില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചമണമൊക്കെ മാറുന്ന ടൈമിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തുള്ള വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഇതാ മേലേക്ക് തെളിഞ്ഞ് വരും. ആ ടൈമിൽ നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഇത് ചേർത്ത് കൊടുക്കാം, ചെറുപയർ മുളപ്പിച്ചത്. അവസാനം നമ്മളിതാ ഈ ജാറിൽ വളരെ കുറച്ച് വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാവും. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം, മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എനിക്കില്ല, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന വീട്ടിലത്തെ ഇലക്ട്രിക് സ്റ്റവ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ മറ്റേ സ്റ്റവിൻ്റെ അത്ര തന്നെ ഒരു പെർഫെക്ഷനും കാര്യങ്ങളും ഇല്ല. കാരണം എന്താ വെച്ചാൽ പാത്രം വെച്ച് നമ്മൾ മിക്സ് ചെയ്യുമല്ലേ, ആ ടൈമിൽ അതിങ്ങനെ നീങ്ങിപ്പോകും. പിന്നെ നമ്മൾ ഫുഡൊന്നും കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരിയാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇത് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാനിന്ന് പൊടിച്ചെടുത്ത മുളകും ഭയങ്കര എരിവുണ്ട്. എന്ത് വരുമ്പോൾ എന്തോ ആവുന്നൊക്കെ എരിഞ്ഞ് ഇതാവാതിരുന്നാൽ മതി, ബുദ്ധിമുട്ടാതിരുന്നാൽ മതി. നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് കണ്ടു. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ചേർക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ചില സമയത്ത് തേങ്ങ ഒന്നും ഞാൻ വാങ്ങാറില്ല. ഇപ്പം ഞങ്ങൾ അന്ന് സാധനം വാങ്ങി വെച്ചപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെയാണ് കിട്ടാറ്. മറ്റേതും കിട്ടും കേട്ടോ, ഫുള്ളായിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ വെട്ട് കത്തി വെച്ച് പൊളിച്ച് ഇരുന്ന് ചിരകണം. അതിനുള്ള സാധന സാമഗ്രികളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിയത്.
ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ഇതിലുള്ള വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇപ്പം എനിക്ക് എന്താ അറിയില്ല കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കാനൊരു ത്വരയുണ്ട്. എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല. ഇക്ക ജിമ്മ് കഴിഞ്ഞ് കുളിക്കാൻ കയറിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. ബാത്റൂമിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് കുളിക്കുന്നത്. ഇക്ക ഇപ്പോൾ കുളിക്കാൻ കയറുമ്പോൾ പാട്ടുണ്ടാവും. അപ്പോൾ ഉപ്പേരി ആവുന്ന ടൈമിൽ തന്നെ ഞാൻ നേരത്തെ വറുത്ത് വെച്ച കടല ഉണ്ടല്ലോ, നമ്മൾ എയർ ഫ്രൈറിൽ വറുത്ത കടല, അത് കണ്ടെയ്നറിലാക്കാണ് കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നർ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിരിക്കണം, തുള്ളി പോലും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കടല ഇങ്ങനെ. അപ്പോൾ അത് ചെറുപയർ വെന്ത് വരുന്ന ടൈമിൽ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് തീ ഓഫ് ചെയ്തു കേട്ടോ. ഹലോ, അപ്പോൾ ഇതാ മോർണിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ മോർണിംഗ് എന്ന് പറയാൻ പറ്റും 10 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇക്ക വർക്കിന് പോയിട്ടുണ്ട്. ഞാൻ രാവിലത്തൊക്കെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച്, പക്ഷെ അതൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. ഇവിടെ ഒരു ജഗ് പോകുകയാണ് രാവിലെ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ടിഫിന് റെഡിയാക്കലും അപ്പം അതുകൊണ്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇക്ക പോയതിന് ശേഷം ഞാൻ റിലാക്സ് ചെയ്തിരിക്കും കേട്ടോ. കുറച്ച് നേരം TV ഒക്കെ കണ്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കും. അതിനുശേഷം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ ബാക്കിൽ ഞാൻ ഡ്രസ്സ് വിരിച്ചിട്ടുണ്ട്, മൈൻഡ് ആക്കണ്ട. ഇത് സ്റ്റുഡിയോ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടാണ് ഉണക്കാം. നമുക്ക് പുറത്ത് പോയിട്ട്, അതായത് ഇവിടുന്ന് വാഷിംഗ് മെഷീനിലിട്ട് ഡ്രസ്സൊക്കെ കഴുകിയിട്ട് നമുക്ക് സ്പിൻ ചെയ്ത് നമുക്ക് പുറത്ത് കൊണ്ടുപോയി ഡ്രൈ ചെയ്യാൻ പറ്റും പൈസ കൊടുത്തിട്ട്. പക്ഷെ ഞാനിതുവരെ അത് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് മൈൻഡ് ആക്കണ്ട. അത് ഓക്കെ, മൈൻഡ് ആക്കണ്ട തന്നെ. പിന്നെ ഞാൻ വിൻഡോ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെ കൂടി ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ജനലൊക്കെ തുറന്നിട്ടാൽ തന്നെ, പിന്നെ ഈ സൈഡിലൊരു ജനലുണ്ട് കേട്ടോ, അതും തുറന്നിട്ടുണ്ട്. നമുക്ക് വെയിൽ നല്ലോണം കയറും ഉള്ളിലോട്ട്, ഡ്രസ്സും പെട്ടെന്ന് ഉണങ്ങും. പിന്നെ രാവിലത്തെ വെയിലൊക്കെ നല്ലതാണ്. രാവിലത്തെ വെച്ചാൽ ഈ നേരത്തെ വെയിലല്ല, നല്ല രാവിലെയൊക്കെ ഉള്ള വെയിൽ നല്ലതാണ് കൊള്ളുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരു കാണുന്നുണ്ടോ, ബ്ലാക്ക് കോഫിയാണ്, ഷുഗർ ഇടാണ്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മാസം ഡയറ്റിംഗ് ഒക്കെ ഫോളോ ചെയ്ത് വരായിരുന്നു. എല്ലാം താറുമാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവരണം, പൊടി തട്ടിയിട്ട് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ, ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇതാണ് കുടിക്കുന്നത് രാവിലെ. എനിക്കിപ്പം മധുരമിടാത്ത ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ശീലമായിട്ടോ. അപ്പോൾ എനിക്ക് മധുരമിട്ട് ചായ കുടിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്തോ ഒരു പോലെയാണ്. ഇപ്പം ഞാൻ പുറത്തുനിന്നിപ്പോൾ നമ്മൾ പാരീസിലൊക്കെ പോയപ്പോൾ ഞാൻ മധുരമിടാത്ത ഒരു കോഫിയാണ് വാങ്ങി കുടിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ചായത്തൊക്കെ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശീലമാവും. പിന്നെ നമുക്ക് തന്നെ ടേസ്റ്റ് ഒന്നും വലിയ വിഷയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്ന് എടുത്തിട്ടുള്ളത് ബനാന, അതായത് നമ്മുടെ നേന്ത്രപ്പഴം, അതും കുറച്ച് പീനട്ടും എടുത്തിട്ടുണ്ട്. കറക്റ്റ് കുറച്ച് ഉള്ളൂ, ഒരു പിടി കടല മതി. ഈ കടല ഞാൻ വറുക്കുന്ന കാണിച്ചു തന്നില്ല, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഈ മണ്ണിലിട്ട് വറുക്കേണ്ട ഒരു ആവശ്യമില്ല. എയർ ഫ്രയർ ഉള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ചിലർ ഉപ്പിട്ടിട്ടൊക്കെ വറുക്കും. അപ്പം ഞാൻ വെറുതെ ഉപ്പ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ജസ്റ്റ് കടല അതിലിട്ട് കൊടുത്തതിനാൽ നമ്മുടെ ബാക്കി പണി നടക്കും, അതവിടെ ഇരുന്ന് റെഡിയാവും ചെയ്യും. കറക്റ്റ് ഒരു ക്രഞ്ചിനെസ് ഉണ്ട് കടിക്കുമ്പോൾ. നമ്മൾ വറുത്തെടുത്ത കടല പോലെ തന്നെയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ. ചിലവർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്ത ആളുകൾക്ക്, എന്നെപ്പോലത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ നേന്ത്രപ്പഴം, ഇത് ഞാൻ എയർ ഫ്രയറിലിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പഴം കഴിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ചിക്കിയിട്ടും നെയ്യൊക്കെ ഒഴിച്ചിട്ടൊക്കെ കഴിക്കുമായിരുന്നു ആദ്യം. ഇപ്പം ഞാൻ അങ്ങനെ കഴിക്കില്ല, കാരണം നല്ല തടി വെക്കും. പഴം എല്ലാവർക്കും അറിയാം, നേന്ത്രപ്പഴം നല്ല തടി വെക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നെയ്യും ഓയിലൊക്കെ കൂടി ചെല്ലുമ്പോൾ ഡബിളാവും. ഇപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് എനിക്ക് ഇക്ക പറഞ്ഞ റെസിപ്പിയാണ്. ഇത് നമ്മൾ
എയർ ഫ്രയറിൽ ജസ്റ്റ് തൊലി ഉരിച്ചിട്ട് എയർ ഫ്രയറിൽ വെക്കാം. മറ്റേ ഗ്രില്ല് ചെയ്യുന്ന ഒരു ടോപ്പ് പ്ലേറ്റ് വരുമല്ലോ, അതിൻ്റെ മേലെ ഞാൻ അത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു 200 ഡിഗ്രിയിലോ 180 ഡിഗ്രിയിലോ ഇടയ്ക്ക് ഞാൻ 180 വെക്കും. ഇതിപ്പോൾ ഞാൻ 200 വെച്ചിട്ടുള്ളത്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 17 മിനിറ്റ് ടൈമർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. 17 മിനിറ്റ്. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് നിങ്ങൾക്ക് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 2 സൈഡും ഒരേപോലെ ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കും. ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കും. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ഈ വാട്ടിയെടുക്കൂലേ പഴമൊക്കെ, നമ്മൾ കോഴിക്കോടും മലപ്പുറത്തുള്ളവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ പഴം വാട്ടിയെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നുമില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും വേണം. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്, വളരെ ഈസിയാണ്, നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ആവില്ല. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ സൈഡിൽ നടന്നു പോയിക്കോളും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് TV ഒക്കെ കണ്ടിട്ട് എല്ലാം ആസ്വദിച്ചിട്ടൊക്കെ ഉണ്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ വീഡിയോ എടുത്തല്ലേ, അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളാക്കണമല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രൈമാർക്കിൽ പോകണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരുന്നു. ഒരു 3 മണിയാകുമ്പോൾ ഞാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് തിരിച്ചു വരണം. എന്നിട്ട് പിന്നെയൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ജിമ്മിലൊക്കെ പോകണം. അപ്പോൾ കേൾക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്ത കടലയും കൂടി കഴിക്കുമ്പോൾ സൂപ്പർ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കമൻറ്റ് പറയാം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. ഞാൻ ആദ്യം എയർ ഫ്രൈ വാങ്ങിയ ടൈമിൽ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്കാൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാണ്. വാങ്ങിയ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ സ്ഥലം കൊടുക്കാൻ വേണ്ടി എന്തിനാ വെറുതെ ഇതൊക്കെ വാങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് ചിക്കന് മാത്രം എയർ ഫ്രൈ ചെയ്യുക, ഈ ഫിഷ് അങ്ങനത്തെയൊക്കെ ജസ്റ്റ് എയർ ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമാണ് എയർ ഫ്രൈ യൂസ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു തെറ്റിദ്ധാരണ. ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം കേട്ടോ. ഈ കടല മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ റോ ആയിട്ട് വാങ്ങുന്ന പിസ്ത അതൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ റോസ്റ്റ് ചെയ്ത് വാങ്ങുമ്പോൾ അതിൽ അവർ എങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ, എക്സ്ട്രാ എണ്ണ ഉണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതിൽ ഞാൻ എയർ ഫ്രയറിൽ പിസ്ത ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. കടല, പിസ്ത, അതുപോലെ തന്നെ ഒരുവിധം നട്ട്സൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. പിന്നെ പഴം, പിന്നെ നമുക്ക് ഫിഷ്, പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. പഴംപൊരി നമ്മുടെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് അത്ര ടേസ്റ്റും കിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ ഹെൽത്ത് നോക്കി കഴിക്കുകയാണെങ്കിൽ അതൊക്കെ അതിൽ പറ്റും. പിന്നെ ചിക്കനും ഫിഷും ഒക്കെ നമുക്ക് എയർ ഫ്രയറിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. ഞാനൊരു റെസിപ്പി കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ, ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ കണ്ടതാണ്. കൊക്കോ പൗഡറും ബനാനയും ഓട്സൊക്കെ ഇട്ടിട്ട് ഒരു കേക്ക്, ഹെൽത്തി ബ്രൗണി അങ്ങനെ എന്താ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കണം. പക്ഷേ ഞങ്ങൾ ആദ്യം നിന്ന വീട്ടിൽ അവനുണ്ടായിരുന്നു, മറ്റേ ഗ്യാസിൻ്റെ അടിയിൽ വരുന്നത്. പക്ഷെ ഇവിടെ അത് ഞങ്ങൾക്കില്ല, ഇവിടെ അവരൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എയർ ഫ്രയറിലൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിക്കുന്നു. സക്സസ് ആവുമെന്ന് അറിയില്ല, ഞാനത് എന്തായാലും കാണിക്കാം. റെസിപ്പി നന്നാവുകയാണെങ്കിൽ, നന്നായാലും ഇല്ലെങ്കിലും ഞാൻ കാണിക്കാം എയർ ഫ്രയറിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. പിന്നെ പബ്സൊക്കെ ഉണ്ടാക്കാം നമുക്ക് എയർ ഫ്രയറിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഇവിടുത്തെ ഗ്യാസ് ഞാൻ പറഞ്ഞ പോലെ തീരെ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ഈ ഒരു ചെറിയ റൂമിന് തന്നെ നമ്മളിവിടെ ലണ്ടനിൽ കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ 1,00,000 മേലെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു കുഞ്ഞു റൂമിന് കേട്ടോ. അപ്പോൾ ഔട്ടറിലേക്കൊക്കെ മൂവ് ചെയ്താൽ നല്ല വലിയ വീടും ഫ്ലാറ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ വർക്കും കാര്യങ്ങളും നിൽക്കാൻ്റെ വർക്കൊക്കെ ഇവിടെ ആയതുകൊണ്ടും നമ്മുടെ വിസ ഇവിടെ ആയതുകൊണ്ട് ഇന്നറിലായതുകൊണ്ട് നമ്മൾ ഇവിടെ തൽക്കാലം നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാ നമ്മൾ നല്ലൊരു വീടൊക്കെ എടുത്ത് ഔട്ടറിലേക്ക് ഒക്കെ മാറണം. കാരണം നമുക്ക് ഒന്നും കൂടി വലിയ വീടൊക്കെ കിട്ടും ഈ ഒരു പേയ്മെൻറ്റിന്. അപ്പം അതല്ല സൗകര്യമുള്ളതല്ല നല്ലത്.
അപ്പോൾ തൽക്കാലം നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ 6 മാസം കഴിഞ്ഞു. 6 മാസം എത്ര പെട്ടെന്ന് പോയത്. പിന്നെ വീടെടുത്ത പാട് ഞങ്ങൾ നാട്ടിൽ വന്നു. അപ്പോൾ കുറച്ച് നിൽക്കാൻ പറ്റിയില്ല. അടുത്ത മാസം ആകുമ്പോഴത്തേന് 6 മാസം തന്നെ. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് മാറുമെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറും, ചിലപ്പോൾ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, നിങ്ങൾക്ക് ബോറടിച്ചോ. അപ്പം ഇനി നമുക്ക് പ്രൈമാർക്കിൽ പോകുമ്പോൾ കാണാം. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ പോയിട്ട് പാൻറ്റ് വാങ്ങാൻ പോവാണ്. ഞാനിവിടെ സ്റ്റാറ്റ്ഫോർഡ് അടുത്തുള്ള പ്രൈമാർക്കിലാണ് പോകുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഷോപ്പൊക്കെ നേരത്തെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ അധികം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഞാനങ്ങനെ ഒറ്റയ്ക്കൊന്നും സാധനങ്ങൾ വാങ്ങാൻ പുറത്ത് പോകുന്ന ആളല്ല കേട്ടോ. പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഞാൻ എപ്പോഴും എൻ്റെ കൂടെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതെനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടും എനിക്ക് പാൻറ്റ് പെട്ടെന്ന് ആവശ്യമുള്ളത് കൊണ്ടുമാണ് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ശീലമാവുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് ശീലമാവുന്നത് നല്ലതാണ്. ഞാൻ കുറേ ആളുകളെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്കൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ. അതൊക്കെ നല്ലതാണ് കേട്ടോ, അങ്ങനെയൊക്കെ ശീലമാവുന്നതൊക്കെ. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോയിരിക്കുമ്പോൾ ഞാൻ അത്ര കംഫർട്ട് ആവാറില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഞാൻ പ്രൈമാർക്കിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ പാൻറ്റ് സെക്ഷനിൽ 2 ബ്ലാക്ക് പാൻറ്റ് പ്ലെയിനായിട്ട് വർക്കിനൊക്കെ ഇടാൻ പറ്റുന്ന 2 ബ്ലാക്ക് പാൻറ്റ് എടുത്തു. പിന്നെ സമ്മർ കളക്ഷന് അടിപൊളിയാണ് കേട്ടോ. പ്രൈമാർക്കിൽ നല്ല ഓഫറും കാര്യങ്ങളുണ്ട്, ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു പെർഫ്യൂം എടുത്തു. എനിക്ക് എൻ്റെ പെർഫ്യൂം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആളല്ല, പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യും വർക്കിനൊക്കെ പോകുമ്പോൾ. പിന്നെ ഒരു ലിക്വിഡ് ആയിട്ടുള്ളൊരു ബ്ലഷ് എടുത്തു. ആദ്യമായിട്ടാണ് പ്രൈമാർക്കിൽ നിന്ന് ബ്ലഷ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ സാധനം വാങ്ങാൻ വന്നിട്ട് ഒരുപാട് ഷോപ്പ് ചെയ്യാണ്ട് അത്യാവശ്യം വേണ്ടത് മാത്രം എടുത്ത് ഷോപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ. അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്കിതൊക്കെ കണ്ടിട്ട് ഇഷ്ടമായി. ഇതൊക്കെ സമ്മറിൽ ഇടാൻ പറ്റുന്ന കളക്ഷൻസാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്ന് ഞാൻ ഷോപ്പ് ചെയ്തത്. ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്നും വൈകുന്നേരം നമുക്ക് ജിമ്മിന് പോകണമല്ലോ. അപ്പോൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് ഒന്നതാകുമ്പോഴത്തേന് നമുക്ക് ജിമ്മിലോട്ടും പോകണം. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ.